അപ്പൊ അമ്പലക്കള്ളന്മാരെ പോറ്റി വളർത്തിയതിൽ പിണറായി വിജയന്റെ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. പിണറായി 3.0 വരുമെന്നുള്ള PR വർക്ക് നടത്തുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ അമ്പലക്കൊള്ള തുറന്നു കാണിക്കാൻ കൂടിയാണ് ഈ വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്നത്. ശരി, രാഹുൽ ഈശ്വർ, ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസ് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, UDF സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ജാഥകൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒന്നിത് ഹൈക്കോടതിയുടെ ഇനീഷ്യേറ്റീവിൽ വന്ന അന്വേഷണമാണ്. ഹൈക്കോടതി തന്നെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 6 ആഴ്ച എന്നുള്ളത് കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയപരിധിയാണ്. അതിനുള്ളിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ സിറ്റിങ്ങുകളിലൊക്കെ എത്ര മെറ്റിക്കുലസ് ആയിട്ടാണ് കോടതി ഓരോ വിഷയങ്ങളിലേക്കും പോയത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളുടെയും എല്ലാ അടരുകളും വെളിവാകാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു രാഷ്ട്രീയ സമരത്തിനും മറ്റു തരത്തിലുള്ള പ്രക്ഷോഭത്തിനും പ്രസക്തിയുണ്ടോ? എവിടെയെങ്കിലും ഈ അന്വേഷണം ബ്ലോക്ക് ആവുകയോ അതല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങുകയോ ചെയ്യുമ്പോഴാണല്ലോ ജനകീയ സമ്മർദ്ദത്തിന് പ്രസക്തി വരുന്നത്. ആ ഒരു പശ്ചാത്തലം ഇപ്പോൾ ഉണ്ടോ? അല്ല അഭിലാഷൻ, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് അതിനു മുമ്പ് ശ്രീ ജയേന്ദ്രൻ സാറിനോടൊരു 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് തർക്കമുണ്ടാകാൻ ഇടയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ശബരിമലയിൽ 98-99 കാലത്ത് UB ഗ്രൂപ്പ് അവിടെ ശ്രീകോവിലും അതുപോലെ ദ്വാരപാലക ശില്പവും വാതിലും ഒക്കെ സ്വർണം കൊണ്ട് പാളികൾ വെച്ച് ക്ലാഡ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ താങ്കൾക്ക് തർക്കമുണ്ടാക്കാൻ സാധ്യതയില്ല. പിന്നെ എങ്ങനെയാണത് ചെമ്പാണെന്ന് ഉദ്യോഗസ്ഥർക്ക് രേഖപ്പെടുത്താനുള്ള ധൈര്യം കിട്ടിയത്? അപ്പോൾ അവരങ്ങനെ ചെമ്പായിട്ട് രേഖപ്പെടുത്തി. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രഭ കുറഞ്ഞു എന്ന് പറഞ്ഞ് അത് അഴിച്ചു കൊണ്ടുപോകാൻ, പുറത്തേക്ക് കൊണ്ടുപോകാൻ ആര് അനുമതി കൊടുത്തു? അത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ബോർഡ് പ്രതിനിധികൾക്കോ ഈ ദേവസ്വം വകുപ്പിനോ അറിയാതെയാണോ നടന്നത്? ഇനി അടുത്തത്, ആ അഴിച്ചുകൊണ്ടുപോയത് 40 ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിൽ എത്തിയത് എന്ന് പറയുന്നു. എന്തുകൊണ്ട് അത്ര കാലതാമസം എന്നത് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? അത് അവിടെ എത്തിയപ്പോൾ അതിന് തൂക്കക്കുറവുണ്ട് എന്ന് കണ്ടെത്തി. എന്തുകൊണ്ട് ആ തൂക്കക്കുറവ് വന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? അത് മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊണ്ടുപോയത് കൊണ്ടാണ് തൂക്കക്കുറവ് എന്ന് പറയുന്നു എങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? അടുത്തത്, എന്തുകൊണ്ടാണ് ഇത് വീണ്ടും ഇങ്ങനെ തൂക്കക്കുറവ് വരികയും ഇത് അഴിച്ചു കൊണ്ടുപോയിട്ട് സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റിയിട്ട് പിന്നെ സ്വർണം പൂശിയിട്ട് ചെമ്പ് പാളികൾ തിരിച്ചു വെച്ചെന്ന് തോന്നിയിട്ട് പോലും വീണ്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇയാൾക്ക് തന്നെ കരാർ കൊടുത്തത്? ഇനി ഇതെല്ലാം അസത്യമാണ് എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ കേരളത്തിലെ ഹൈക്കോടതിയെ അത് ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തത്, ഇങ്ങനെയൊക്കെ ഇത് സത്യങ്ങളായി നിൽക്കുന്നത് കൊണ്ടല്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിൽ എല്ലാ ഇടപാടും കഴിഞ്ഞ് കുറെ സ്വർണം ബാക്കിയുണ്ടെന്ന് ഇമെയിൽ വഴി വാസുവിന് അത് അയച്ചു കൊടുക്കേണ്ടി വന്നത്? അപ്പോൾ പോലും അവിടെ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്, പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസുവിന് യാതൊരു സംശയവും തോന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വന്തം സ്വർണം ആരുടെയെങ്കിലും കല്യാണത്തിന് ഉപയോഗിക്കുന്നതിന് എന്തിനാ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് അനുമതി ചോദിക്കുന്നത്? അങ്ങനെ ഒരു സംശയം പോലും അദ്ദേഹത്തിന് തോന്നിയില്ലെങ്കിൽ എന്തുകൊണ്ട്? ഇത് വിവിധ സ്ഥലങ്ങളിൽ ഈ വാതിലും കട്ടിളപ്പടയും ദ്വാരപാലക ശില്പത്തിന്റെ പാളികളും ഒക്കെ പ്രദർശനം നടത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? അദ്ദേഹം പണപ്പിരിവ് നടത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഈ വിഗ്രഹം മറിച്ചു വിറ്റു എന്ന് ഹൈക്കോടതിക്ക് പോലും ബോധ്യപ്പെടുന്ന സംശയമുണ്ട്. നിങ്ങൾ 6 വർഷക്കാലം അറിഞ്ഞില്ലേ? ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. ദേവസ്വം ബോർഡ് ഭരിക്കാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാനും അതുപോലെ ദേവസ്വം വകുപ്പ് ഭരിക്കാൻ വാസവനും അതുപോലെ കടകംപള്ളിയും ഒന്നും യോഗ്യരല്ലായിരുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്. ഇനി നിങ്ങൾ അറിഞ്ഞെങ്കിൽ 6 വർഷക്കാലം ഇത് മൂടി വെച്ചത് ആരെ സംരക്ഷിക്കാനാണ്? അപ്പൊ അമ്പലക്കള്ളന്മാരെ പോറ്റി വളർത്തിയതിൽ പിണറായി വിജയന്റെ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഈ അമ്പലക്കള്ളന്മാരെ പോറ്റി വളർത്തുന്നതിന്റെ കാരണഭൂതനാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യം, ഇവിടെ 4 മേഖലാ ജാഥകൾ നടത്തിക്കൊണ്ട് 18-ാം തീയതി ചെങ്ങന്നൂർ അവസാനിക്കുന്ന ഈ കോൺഗ്രസിന്റെ KPCCയുടെ പ്രതിഷേധ വിശ്വാസ സംരക്ഷണ യാത്ര എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾ കേരളത്തിലെ വിശ്വാസികളും മതേതര വിശ്വാസികളുമായിട്ടുള്ള സകല മനുഷ്യരുടെയും ജാഗ്രത ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഇത് കോൺഗ്രസിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. 2019 ആക്ടിവിസ്റ്റുകളെ പോലീസ് യൂണിഫോമിൽ അകമ്പടി സേവനയോടെ 1000 പോലീസിന്റെ അകമ്പടിയോടെ സന്നിധാനത്തേക്ക് നടത്തിയപ്പോൾ ഇതേ വിഷയത്തിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പത്മകുമാറിനെ പോലുള്ള മതനിരാസകരും മതനിഷേധികളുമായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ശബരിമല ശാസ്താവിന്റെ മുമ്പിൽ കുമ്പിട്ട് നിന്ന് നിവേദ്യം വാങ്ങിയിട്ട് അവിടുത്തെ സ്വർണം കക്കുന്നത് നമ്മുടെ ജാഗ്രത കുറവുണ്ട? നമ്മൾ സംശയിക്കണമായിരുന്നു. ഈ മതനിരാസകരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് അമ്പലത്തിന്റെ മുമ്പിൽ എന്ത് പരിപാടിയെന്ന് നാളെ മുതൽ വിശ്വാസികൾ സംശയിക്കണമെന്നുള്ള രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. ഇവിടെ രണ്ടാമത്തെ പ്രശ്നം ഇത് രാഷ്ട്രീയം മാത്രമല്ല. രണ്ടാമത്തെ പ്രശ്നം ഇത് വിശ്വാസ വഞ്ചനയാണ്. സകല വിശ്വാസികളും ഈ സർക്കാരിൽ നിന്ന് യാതൊരുവിധ പരിഹാരം കിട്ടാത്ത സങ്കട കണ്ണീർ അവർ ഇറക്കി വെക്കുന്നത്
ഓരോ ദൈവത്തിന്റെ മുമ്പിലാ. ആ ദൈവങ്ങൾക്ക് പല രൂപവും പല പേരുമായിരിക്കും. പക്ഷേ ഈ അവിശ്വാസികളല്ല ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടല്ല, നിരീശ്വരവാദികളെ കുറിച്ചിട്ടല്ല, അങ്ങനെയുള്ള കുറച്ച് ആളുകളിൽ നിന്ന് ഒരുപാട് വിശ്വാസികളായിട്ടുള്ള മനുഷ്യരുണ്ട്, പല മതത്തിൽ പെടുന്ന മനുഷ്യർ. ആ മനുഷ്യർ അമ്പലത്തിലും പള്ളിയിലും കാണിക്കയിടുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാ, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാ. അവരുടെ സങ്കടങ്ങൾ മറ്റൊരു മനുഷ്യനോടും പറയാൻ പറ്റാത്ത ആ രഹസ്യ സങ്കടങ്ങൾ, വിലാപങ്ങളൊക്കെ ഈ സർക്കാർ കേൾക്കാതെ, പരാതിക്ക് പരിഹാരമില്ലാതെ വരുമ്പോൾ അവർ പോയി ദൈവത്തോട് പറയുകയും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന കാണിക്ക കട്ടെടുക്കുന്നവർക്കെതിരെ ജാഗ്രത ഉണ്ടാകണമെന്ന് പറയാൻ വേണ്ടിയിട്ടാ. 9.5 കൊല്ലം കഴിയുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് അത് സർക്കാരിന്റെ നേട്ടമാണെന്ന് പറഞ്ഞ് ഈ സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് മതസാമുദായിക നേതാക്കന്മാരെ കൊണ്ട് പറയിപ്പിച്ച് പിണറായി 3.0 വരുമെന്നുള്ള PR വർക്ക് നടത്തുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ അമ്പലക്കൊള്ള തുറന്നു കാണിക്കാൻ കൂടിയാണ് ഈ വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്നത്. ശരി.